ഹലോ ഡിയേഴ്സ്, ഇത് നമുക്ക് ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഒരു വാഴക്കൂമ്പ് തോരനായാലോ. അതിന് വേണ്ടിയിട്ട് ഒരു വാഴക്കൂമ്പ് എടുത്ത് അതിൻ്റെ കുറച്ച് പുറത്തെ തൊലികളെല്ലാം കളഞ്ഞ് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊത്തിയരിഞ്ഞ് എണ്ണ തിരുമ്മിയാണ് വെച്ചിട്ടുള്ളത്. എണ്ണ തിരുമ്മി വെക്കുന്നത് നമ്മൾ അതിൻ്റെ കറയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായതിന് ശേഷം കുറച്ച് കടുകും വറ്റൽമുളകും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ചിരവി എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതായി തിരുമ്മിയതാണെങ്കിൽ അങ്ങനെ മതി, അല്ലെങ്കിൽ അതൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഈ തേങ്ങ തിരുമ്മിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പൊത്തി അടച്ച് വെക്കണം കേട്ടോ. ഇത് ആവിയിലിരുന്ന് ഇങ്ങനെ വേവാണ് വേണ്ടത്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിലാക്കി ആവശ്യത്തിനുള്ള എണ്ണയെല്ലാം ഉള്ളത് കൊണ്ട് ആവിയിലിരുന്ന് അങ്ങനെ വെന്തോളും, അടിയിലൊന്നും പിടിക്കില്ല. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പലരും പല പേരാണ് ഈ വാഴക്കൂമ്പിന് പറയാറ്. അപ്പം നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ.